മനുഷ്യരാശിയെ വിധി എന്നൊരു കാര്യം കടന്നാക്രമിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. വിവാഹത്തിന് തൊട്ടു മുൻപ്, വിവാഹം കഴിഞ്ഞ്, ജനിച്ചയുടൻ, എന്തെങ്കിലും വിശേഷ ദിവസം കഴിഞ്ഞ്, ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയാം. അത്തരത്തിലൊന്നായി തന്നെ ഇപ്പോൾ പത്തനംതിട്ടയിലെ ഒരു യുവാവിൻ്റെ മരണം മാറുകയാണ്. കടന്നൽ കുത്തേറ്റാണ് ആ യുവാവ് മരിച്ചത്. പക്ഷേ ദുരന്തം മറ്റന്നാൾ ഈ യുവാവ് ഗൾഫിൽ പോകാനിരിക്കെ എന്നതാണ്. മെയ് മാസം 11-ാം തീയതി വിവാഹം കഴിഞ്ഞ് മറ്റന്നാൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാനിരിക്കെ പെട്ടിയൊരുക്കിയിരിക്കെയാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത്. വിധിയുടെ ക്രൂരമായ കളിയിൽ ഒരു കുടുംബത്തിന് തന്നെ ഒരു നഷ്ടമാണ് സംഭവിച്ചത്. മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കരിഞ്ഞുപോയ നൊമ്പരമുണർത്തുന്ന വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുവരുന്നത്. കുന്നന്താനം പാലയക്കാതക്കിടിയിൽ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയ 33-കാരനായ സാൻവി ജേക്കബ് കടന്നൽ കുത്തേറ്റ് മരണപ്പെട്ട വിവരം നാടിനെ ഒട്ടാകെ കണ്ണീരിലാഴ്ത്തുകയാണ് എന്ന് കൃത്യമായി പറയാം. ഏറെ പ്രതീക്ഷകളോടെ പുതിയൊരു ജീവിതത്തിൽ ചുവടുവെച്ച സാൻവിയുടെ അപ്രതീക്ഷിത വേർപാട് ആർക്കും വിശ്വസിക്കാനാകുന്നില്ല എന്നതുകൂടിയാണ് ഏറ്റവും വലിയ സത്യം. വെറും 14 ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ മെയ് 11-നായിരുന്നു സാൻവിയുടെ വിവാഹം അടിച്ചുപൊളിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും ആഘോഷിച്ചത്. വിവാഹ പന്തലിൽ ആഹ്ലാദവും വധൂവരന്മാരുടെ പുഞ്ചിരിയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മനസ്സിൽ നിന്നും മായുന്നതിന് മുൻപാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. പ്രവാസിയായ സാൻവി തന്റെ അവധി കഴിഞ്ഞ് മറ്റന്നാൾ ഗൾഫിലേക്ക് തിരികെ പോകാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കാത്തിരിക്കുകയായിരുന്നു. യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപ് വീട്ടുപകരണങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് ടാങ്കിനുള്ളിൽ വെച്ച് കടന്നലാക്രമണം വന്നത്. കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമണത്തിന് ഇരയാക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സാൻവിയെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. ഒരു പ്രവാസിയുടെ വിയർപ്പിൽ കെട്ടിപ്പടുത്ത കുടുംബത്തിന് സ്വപ്നങ്ങളും പുതുമണവാട്ടിയും ആയുസ്സിലെ വലിയ പ്രതീക്ഷകളുമാണ് ഒരു നിമിഷത്തിൽ അപ്രതീക്ഷിതമായത്. ഈ ദുരന്തത്തിൽ ഒടുങ്ങിപ്പോയതും ഇത്തരമൊരു ആഗ്രഹവും സ്വപ്നവും സ്വപ്ന സഫലീകരണമൊക്കെയാണ്. നാടിനും പ്രിയപ്പെട്ടവർക്കും താങ്ങാനാകാത്ത വലിയൊരു ശൂന്യത ബാക്കിയാക്കിയാണ് ഈ യുവാവ് യാത്രയായതെന്നതാണ് ഏറ്റവും വലിയ ദുഃഖമുള്ളൊരു വാർത്ത. ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ യുവാവിനെ കുറിച്ച് പുറത്തു വരുന്നത്. വിധിയുടെ ക്രൂരമായ കളി എന്ന് തന്നെ ഈ ഒരു വാർത്തയെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു. സാൻവി എന്ന യുവാവിന്റെ മരണവും അദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന ആർക്കും സങ്കല്പിക്കാനോ പരസ്പരം തന്നെ പറയാനോ പറ്റാത്ത ഒരു കാര്യമാണ്. എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ചാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ സംഭവിക്കുന്ന ഒരു മരണ വാർത്ത എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ദുഃഖമാണ്. വിവാഹം ഉറപ്പിച്ചിരിക്കെ അതിനു മുമ്പ് സംഭവിക്കുന്ന മരണം അടക്കം തന്നെ എല്ലാം വേദനിപ്പിക്കുന്ന ഒന്നായി തന്നെയാണ് നിൽക്കുന്നതും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും